ജഗന്റെ വണ്ടി എതിരെ വരുന്നത് കണ്ട് പെട്ടെന്ന് ജീപ്പ് തിരിക്കുകയാണ് കാർത്തിയെ കാണുന്ന ജഗൻ പറയുകയാണ്, ഡാ അത് അവനല്ലേ? ബിനു പറയുകയാണ്, അത് അവൻ തന്നെ, കയറ്റിപ്പിടി എണ്ണ കയറ്റിപ്പിടി. ജഗന് പിടികൊടുക്കാതെ സ്പീഡിന് വണ്ടി ഓടിച്ചു പോവുകയാണ് കാർത്തി. പക്ഷേ കുറച്ചു ദൂരം ജഗൻ പുറകെ പോകുന്നെങ്കിലും കാർത്തിയുടെ ജീപ്പിനെ പിന്തുടരാൻ ജഗൻ ആകുന്നില്ല. അണ്ണ അവൻ പോയിക്കളഞ്ഞല്ലോ എന്ന് ബിനു പറയുമ്പോൾ ജഗൻ പറയുകയാണ്, എടാ അവന്റെ ജീപ്പിന് പിന്നാലെ പിടിക്കാൻ നമ്മുടെ ബുള്ളറ്റിന് ആകില്ല. അവന്റെ മരണവെപ്രാളത്തോടു കൂടിയുള്ള ഓട്ടമല്ലായിരുന്നോ? ബിനു പറയുകയാണ്, അണ്ണ അയാളുടെ അച്ഛനകത്ത് വീട്ടിനകത്തുണ്ടായിരുന്നു. അയാളെ ചവിട്ടിത്തേച്ചിങ് പോരാമായിരുന്നു. അതെങ്ങനെയാടാ? അയാളുടെ ഭാര്യയുടെ മുന്നിലിട്ട് അയാളെ തല്ലുന്നത് ശരിയല്ല. അവരെ കണ്ടിട്ട് അവരൊരു പാവമാണെന്ന് തോന്നുന്നു. ബിനു ചോദിക്കുകയാണ്, അണ്ണ അതങ്ങേരുടെ യഥാർത്ഥ ഭാര്യ തന്നെയാണോ? അല്ല, കണ്ടിട്ട് വീട്ടുജോലിക്കാരിയെ പോലെ തോന്നുന്നു. എടാ, ഈ സദാനന്ദൻ എന്ന് പറയുന്നവനൊക്കെ പുതുപ്പണക്കാരൻ ആയിരിക്കും. ഇല്ലായ്മയിൽ നിന്നായിരിക്കും അവനൊക്കെ ഈ നിലയിലേക്ക് എത്തിയത്. അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള ഭാര്യമാരെയല്ലേ കിട്ടൂ? തിരിച്ചുകൊണ്ട് ബിനു പറയുകയാണ്, അത് ശരിയാണ്. ഇല്ലണ്ണ, ഇനി അവനെ നമ്മൾ എവിടെ പോയി തപ്പും? ജഗൻ പറയുകയാണ്, ഭീഷണിയുള്ളത് കൊണ്ട് എന്തായാലും അവൻ വീട്ടിലേക്ക് തിരികെ പോകില്ല. അതെ അണ്ണ, നമ്മൾ കുറച്ചുകൂടി അവിടെ കാത്തു നിന്നെങ്കിൽ അവൻ വീട്ടിനകത്തേക്ക് തന്നെ കയറി വന്നേനെ. എപ്പോഴെങ്കിലും ഒത്തുകിട്ടും. അന്നവന്റെ മുഖത്തു നിന്നും ശരീരത്തു നിന്നും ചോര പൊടിയും. എത്ര കിട്ടിയിട്ടും ദിയയും കുടുംബത്തിനെയും വെറുതെ വിടാൻ അവന് ഉദ്ദേശമില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഞാനും വെറുതെ വിടില്ല. ബിനു പറയുകയാണ്, അണ്ണന്റെ പെണ്ണിന്റെ മുൻപിൽ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഇതൊക്കെ എന്ന് സംശയിച്ച് ജഗൻ ചോദിക്കുകയാണ്, ആഹാ എന്റെ പെണ്ണോ? ബിനു പറയാണ്, പിന്നല്ലാതെ വല്ലവന്റെയും പെണ്ണോ? അത് പറയുമ്പോൾ സമ്മതിച്ചു തരാൻ അണ്ണനിമ്മിണി പാടാണ്. അതെ, ദിവസവും ചേച്ചിയെ വിളിച്ചില്ലെങ്കിലോ അപ്പ തുടങ്ങും കരച്ചില്. ആരാ കരഞ്ഞതെന്ന് ജഗൻ ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ്, അല്ല, ഒരാട് അപ്പുറത്ത് നിന്ന് കരഞ്ഞായിരുന്നു. അണ്ണ, ചേച്ചി പറഞ്ഞ കാര്യം എന്തായാലും നാളത്തേക്ക് മാറ്റിവെക്കരുത്, ഇന്ന് തന്നെ ചെയ്തിരിക്കണം. അണ്ണ, പിന്നെ കൂടുതലൊന്നും പറയണ്ട. അല്ലടാ, ഇനി ദിയ വിളിക്കുമ്പോൾ ഞാൻ എന്തു പറയും? നടന്നത് അണ്ണൻ അങ്ങോട്ട് പറയണം. എന്തായാലും സദാനന്ദൻ ഭാര്യയ്ക്ക് നമ്മളൊരു താക്കീത് കൊടുത്തല്ലോ. അതവരെന്തായാലും കെട്ടിയവനോടും മോനോടും പറയും. അത് കേൾക്കുമ്പോൾ രണ്ടാൾക്കും കൊണ്ടോളും. അല്ലാതെ ഇനി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയാണ് ഭാര്യയാണ് എന്നൊന്നും നോക്കരുത്. അവരുടെ മുന്നിലിട്ട് തന്നെ അപ്പനെയും മോനെയും അങ്ങ് ചവിട്ടി അങ്ങോട്ട് തേക്കണം. ജഗൻ നിരാശപ്പെടുകയാണ്, ഇന്നതിന് പറ്റിയില്ലല്ലോ. എന്തായാലും നീ കയറ് എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പോവുകയാണ് ജഗനും ബിനുവും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ ജയലാലിനോട് സംസാരിക്കുകയാണ് രാഗിണി പറയുകയാണ്, നീ എന്നെ സംസാരമൊന്നും പഠിപ്പിക്കേണ്ട. നീ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. അവളും അവളുടെ അനിയത്തിയും അമ്മയും അച്ഛനുമൊക്കെ വന്നാലും ഇത് തന്നെ ഞാൻ പറയൂ. അവളുടെ അമ്മയും അച്ഛനെയും ഞാനൊന്ന് കാണാനിരിക്കുകയാണ്. അവരോടുള്ള വൈരാഗ്യമാണോ നിന്നോട് തീർത്തതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ജയലാൽ ചോദിക്കുകയാണ്, അമ്മ ഇങ്ങനെ സംശയിച്ചാൽ എന്തു ചെയ്യും? എടാ മോനെ, അവളെന്തോ ജാതകദോഷമുള്ള പെൺകുട്ടിയാണ്, അത് ഉറപ്പാണ്. അന്നേരം ആരോ ബെല്ലടിക്കുകയാണ്. രാഗിണി പറയുകയാണ്, ദേ കണ്ടോ, അവളെക്കുറിച്ച് നാവ് വളച്ച ആരോ ബെല്ലടിക്കും. മിക്കവാറും വന്നിരിക്കുന്നത് അവളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും. ജയലാൽ പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മൊബൈൽ അടിച്ചാലും കോളിംഗ് ബെല്ലടിച്ചാലും ഉടനെ പറയും സത്യമാണെന്ന്. ഈ മൊബൈലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പല്ലി ചിലയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയത്തുള്ളായിരുന്നു. ഇതൊക്കെ കഷ്ടമാണമ്മേ എന്ന് പറയുമ്പോൾ രാഗിണി ദേഷ്യപ്പെടുകയാണ്, ദേ മിണ്ടാതവിടെ കിടന്നോളണം. പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും ബെല്ലടിക്കുകയാണ്. ദാ വരുന്നു എന്നും പറഞ്ഞു പോവുകയാണ് രാഗിണി. അന്നേരം അവിടേക്ക് വരുന്നത് ഗംഗാധരനാണ്. ഗംഗാധരനെ കണ്ട് രാഗിണി പറയുകയാണ്, ഓ അവളുടെ അച്ഛൻ വന്നില്ലേലും ദേ നിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഗംഗാധരൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടടാ മോനെ? കുഴപ്പമില്ലച്ചാ. രാഗിണി പറയുകയാണ്, ചെറുക്കന്റെ ശരീരം ചതഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പട്ടാളത്തിലെ വീരസാഹസിക കഥകളൊക്കെ പറയുമല്ലോ. പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ നെഞ്ചു വിരിച്ചു നിന്നതൊക്കെ. അങ്ങനെയെങ്കിൽ ഇവനെ തല്ലിയന്മാരെയൊക്കെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ലേ? ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ടല്ലോ. ഗംഗാധരൻ പറയുകയാണ്, അവന്മാരെയൊക്കെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കൊന്നിരിക്കും. അതിനുള്ള തന്റെ ഇടമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ പറയുന്ന കഥകളൊക്കെ വെറും കള്ളങ്ങളാണോ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. എന്നിട്ട് ജയലാലിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേടാ മോനെ, ഇങ്ങേര് മിലിറ്ററി ക്യാൻറ്റീനിലായിരുന്നു. ഞാൻ വെറുതെ ഇരുന്ന് പുളുവടിക്കുന്നതാണ്. ഗംഗാധരൻ പറയുകയാണ്, മിലിറ്ററി ക്യാമ്പിലെ കുക്കിനും ചിലപ്പോൾ തോക്കെടുക്കേണ്ടി വരും. രാഗിണി പറയുകയാണ്, മതി നിർത്ത്. ഞാനേ നമ്മുടെ മരുമകളാകാൻ പോകുന്നവളെ പറ്റി ജാതകദോഷത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. അതേതായാലും നന്നായി. എനിക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനുണ്ട്, നമ്മുടെ സുകുമാരൻ ജ്യോത്സ്യരെ. അങ്ങേരെ പോയി ഒന്ന് കാണണം. എന്നിട്ടൊരു പ്രശ്നം വെപ്പിക്കണം. അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള ദോഷമുണ്ടെങ്കിൽ നീ അവളെ അങ്ങ് മറക്കുന്നതാണ് നല്ലത്. ജയലാൽ ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമ്മ പറയുന്നതിനെ പറ്റി അമ്മയ്ക്ക് നല്ല ധാരണയുണ്ട്. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയും ചെയ്യും. എന്നാ ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് രാഗിണി പോയ ശേഷം ജയലാൽ പറയുകയാണ്, ഇനിയിപ്പോ ആ ജ്യോത്സ്യൻ എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്തോ, എങ്കിൽ അത് മതി ഞങ്ങളുടെ കല്യാണം മുടങ്ങാൻ.
ഗംഗാധരൻ പറയുകയാണ്, ഇവൾ ഇപ്പോൾ കാണാൻ പോകുന്ന ഈ സുകുമാരൻ ജ്യോത്സ്യനാണ് പണ്ട് പറഞ്ഞത് ഭർത്താവിനെ അടിച്ചൊതുക്കിയില്ലെങ്കിൽ കുടുംബം നന്നാവില്ലെന്ന്. അന്നു തൊട്ടെന്നെ അടിച്ചമർത്താൻ തുടങ്ങിയതാണ്. എന്നാലും ആരാടാ നിന്നോടിത് ചെയ്തത്? ജയലാൽ പറയുകയാണ്, ചെയ്തവരെയൊക്കെ എനിക്കറിയാം. ഈ കല്യാണം മുടക്കാനായിട്ട് ചിലരൊക്കെ നടക്കുന്നുണ്ട്. അവരാണ് എന്നെ ആക്രമിച്ചത്. അതാരാണെന്ന് പറയടാ മോനെ. നമുക്ക് അവന്മാരെ ഒന്ന് കാണാം. ജയലാൽ പറയുകയാണ്, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലച്ചാ. അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് പണവും സ്വാധീനവും ഉള്ളവരാണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോയേ പറ്റൂ. ദീപമോള് ഇതറിഞ്ഞായിരുന്നോ? ജയലാൽ പറയുകയാണ്, അറിഞ്ഞൂന്ന് മാത്രമല്ല, അവൾ വരികയും ചെയ്തു. പാവം അമ്മ പൊരിച്ചാണ് വിട്ടത്. നെഞ്ചത്ത് കൈവച്ച് ഗംഗാധരൻ ചോദിക്കുകയാണ്, അയ്യോ, അവളുടെ മുമ്പിൽ ചെന്ന് ചാടുകയോ? ജയലാൽ പറയുകയാണ്, അനിയത്തിയും ചേച്ചിയും കൂടി വന്നതാണ്. അമ്മയാണെങ്കിൽ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് തല്ലുകൊണ്ടതിന്റെ സങ്കടം അങ്ങനെ തീർന്നു. കല്യാണം മുടക്കിയേ നിന്റെ അമ്മ ജയിലിലേക്ക് പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് ജയലാൽ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഇനി ജ്യോത്സ്യരുടെ നാവിലാണ് നിങ്ങളുടെ ജീവിതം. അയാള് രാജൻ ജയിലിൽ കിടക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് അയാളെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ടാണ് രാഗം പോയത്. എന്നാൽ അവസാനം അതുതന്നെ സംഭവിച്ചപ്പോൾ അയാളെ ഭയങ്കര വിശ്വാസമായി. അതാണിപ്പോൾ ഒരു പാരയായിട്ട് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ജ്യോത്സ്യന്റെ അടുത്തിരിക്കുന്ന രാഗിണിയാണ്. രാഗിണി പറയുകയാണ്, ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുമെന്ന് ജ്യോത്സ്യര് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ എൻ്റെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത്. എന്നാൽ അത് കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുകയും ചെയ്തു. ജ്യോത്സ്യര് പറയുകയാണ്, നിങ്ങൾക്കന്ന് ഹേതു ദശയായിരുന്നു. ആ ദശ അല്പം ദോഷം പിടിച്ചത് ആയിരുന്നു. അതിൻ്റെ കൂടെ ദശാസന്ധിയും വന്നു. അപ്പോൾ പിന്നെ എനിക്ക് പിഴവ് സംഭവിക്കില്ലല്ലോ. ഇപ്പോൾ എന്താ ജ്യോത്സ്യരെ പ്രശ്നമെന്ന് രാഗിണി ചോദിക്കുമ്പോൾ ജ്യോത്സ്യര് പറയുകയാണ്, ഈ പെൺകുട്ടി വ്യാഴത്തിന്റെ അനുഗ്രഹമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ദൈവാധീനമുള്ള കുട്ടിയാണ്. വ്യാഴം മറിഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ അടുത്ത സമയത്ത് എന്തൊക്കെയോ പേരുദോഷങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ആ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പ്രശ്നവശാൽ നിങ്ങളുടെ മകനും ഇപ്പോൾ ഗ്രഹപ്പിഴ സമയമാണ്. രാഗിണി പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. അവന് ശത്രുക്കളൊന്നുമില്ല. പക്ഷെ അവനെ ആരൊക്കെയോ ചേർന്ന് തല്ലി. അതിനെന്താ കാരണമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ആള് മാറി തല്ലിയതാണോ എന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും എൻ്റെ മോൻ ഹോസ്പിറ്റലിലാണ്. സംശയത്തോടുകൂടി രാഗിണി ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താ ഈ ജാതകം എടുക്കാൻ കൊള്ളാമോ? ജ്യോത്സ്യര് പറയുകയാണ്, കൊള്ളാമോ എന്ന് ചോദിച്ചാൽ പൊരുത്തങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഏതായാലും ശിവപാർവതിമാരെ നന്നായിട്ട് ധ്യാനിക്കാൻ പറയണം. വിവാഹത്തിന് മുൻപും വിവാഹത്തിന് ശേഷവും ഉമാമഹേശ്വര പൂജ നിർബന്ധമാണ്. രാഗിണി പറയുകയാണ്, 100% ജയനുമായിട്ടും എൻ്റെ കുടുംബവുമായിട്ടും പൊരുത്തപ്പെടുമെങ്കിൽ മാത്രം ബന്ധമെടുത്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോൻ ഇഷ്ടപ്പെട്ട ജാതകമല്ലേ. പൊരുത്തങ്ങൾക്കൊപ്പം മനപ്പൊരുത്തവും വന്ന സ്ഥിതിക്ക് ഇപ്പോൾ വേണ്ട എന്ന് വയ്ക്കണ്ട. പെൺശാപം കിട്ടുന്നതും അത്ര നല്ലതല്ല. രാഗിണി പറയുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരുത്തിയെ കൈപിടിച്ച് കയറ്റിയതാണ്. അതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ജ്യോത്സ്യന്റെ പ്രവചനം സത്യമാകാൻ വേണ്ടിയാണ് ഒരു മരുമകള് വീട്ടിലേക്ക് വന്നത്. ജ്യോത്സ്യൻ പറയുകയാണ്, അന്ന് അങ്ങനെ ആ കുട്ടി വന്നില്ല എങ്കിലും സംഭവിക്കേണ്ടത് തന്നെ സംഭവിക്കുമായിരുന്നു. ശനി ബാധിച്ചപ്പോൾ ഒളിവിൽ കഴിയേണ്ട ഗതികേട് ഭഗവാന് പോലും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മനുഷ്യന്റെ കാര്യം പറയണോ? സംശയത്തോടുകൂടി രാഗിണി ചോദിക്കുകയാണ്, പേരുദോഷം കേൾപ്പിച്ചു എന്നുള്ള കാര്യം സത്യമാണോ? അത് ഉറപ്പാണെന്ന് ജ്യോത്സ്യര് പറയുമ്പോൾ രാഗിണി പറയുകയാണ്, ഇനി അതെന്താണെന്ന് കൂടി അറിയണം. ഇനി പരോള് കഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി വരാം എന്ന് പറഞ്ഞ് ജ്യോത്സ്യർക്ക് ദക്ഷിണ കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങുകയാണ് രാഗിണി. പിന്നീട് ജയലാൽ ഗംഗാധരനോട് പറയുകയാണ്, അമ്മ തിരിച്ചെത്താതെ ഒരു സമാധാനവും ഇല്ല. ദീപ ഇവിടെ വന്ന് പോയതിനു ശേഷം അമ്മയുടെ സ്വഭാവം വട്ടായിട്ടാണ് പോയിരിക്കുന്നത്. ഗംഗാധരൻ ചോദിക്കുകയാണ്, നീ ആ കൊച്ചിനെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാത്തത് എന്താ? തന്നെ വിളിക്കണമെന്ന് ജയലാൽ പറയുമ്പോൾ ആരോ ബെല്ലടിക്കുകയാണ്. അമ്മയാണെന്ന് തോന്നുന്നു എന്ന് ജയലാൽ പറയുമ്പോൾ പോയി വാതിൽ തുറക്കുകയാണ് ഗംഗാധരൻ. തിരികെ വന്ന രാഗിണി ദേഷ്യത്തോടുകൂടി ജയലാലിന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, അമ്മ സീരിയസ് ആണല്ലോ? അതെ, സീരിയസ് ആണ്. പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണോടാ ഈ പറയുന്ന ദീപ? അത് കേട്ടൊന്ന് ഞെട്ടുകയാണ് ജയലാൽ. ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരൻ അടുത്തേക്ക് വരുമ്പോൾ രാഗിണി വീണ്ടും ദേഷ്യപ്പെടുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇല്ല, ഇവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും പറയണ്ട. ഗംഗയ്ക്ക് സംസാരിക്കാൻ സമയം തരും. അപ്പോൾ മാത്രം എന്തെങ്കിലും മൊഴിഞ്ഞാൽ മതി. എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഗംഗാധരൻ. ജയലാൽ ചോദിക്കുകയാണ്, അമ്മയോടാരാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞത്? ജ്യോത്സ്യര് തന്നെയെന്ന് പറയുമ്പോൾ വീണ്ടും ഒന്ന് പരിഭ്രമിക്കുകയാണ് ജയലാൽ. അതിന് ജ്യോത്സ്യർക്ക് ദീപയെ അറിയുമോ? അറിയാം. കബഡി നിരത്തി കഴിഞ്ഞാൽ ജ്യോത്സ്യർക്ക് എല്ലാവരെയും അറിയാം. ആ സമയത്ത് ആളെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ ജ്യോത്സ്യർ പറയുന്നത് ശരിയായിരിക്കും. അങ്ങനെയെങ്കിൽ ഇതും ശരിയാണ്.
പ്രാർത്ഥനയോടുകൂടി കവിടി നിരത്തിയിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, നീ കെട്ടാൻ പോകുന്ന പെണ്ണ് പേരുദോഷം കേൾപ്പിച്ച കുട്ടിയാണെന്ന്. ഇതിന്റെ ഭാഗമായാണ് നിനക്ക് തല്ല് കിട്ടിയതെന്നും പറഞ്ഞു. ജയലാൽ പറയുകയാണ്, എനിക്ക് തല്ല് കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. കാറ് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് തല്ല് കിട്ടിയത്. സെക്കൻഡ് ഹാൻഡ് കാറ് ഷോറൂമിൽ നിന്നും സെയിലായിപ്പോയി. കാറ് കേടായപ്പോൾ കാറിന്റെ ഇപ്പോഴത്തെ ഓണറും ഞാനും തമ്മിൽ അല്ലറ ചില്ലറ വാക്ക് തർക്കം ഉണ്ടായി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിരിക്കുന്നത്. അത് ശരിവെക്കുകയാണ് ഗംഗാധരനും. രാഗിണി പറയുകയാണ്, അത് ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടി പേരുദോഷം കൽപ്പിച്ചവൾ തന്നെയാണ്. എന്റെ അമ്മേ, ഞാൻ ആ പരിസരം മുഴുവൻ അന്വേഷിച്ചു. ദീപയെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ ഇക്ബാലല്ലേ ഈ ബന്ധം കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്ബാലിനെ അമ്മയ്ക്ക് വിശ്വാസമാണല്ലോ. രാഗിണി പറയുകയാണ്, എന്നാലും സുകുമാരൻ ജോത്സ്യർ പറയുന്നത് തെറ്റാറില്ല. അത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, ചില കാര്യങ്ങളൊക്കെ തെറ്റാറുണ്ട്. എനിക്ക് പട്ടാളത്തിൽ വെച്ച് അപകടമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും എനിക്ക് അപകടമൊന്നും ഉണ്ടായില്ല. വെടിയുണ്ടകൾ മുമ്പിൽ കൂടി ചീറി പാഞ്ഞുപോയി. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. അത് കേട്ട് രാഗിണി ചോദിക്കുകയാണ്, എങ്ങനെ പറ്റാനാണ്? വെടിയുണ്ട വരുമ്പോൾ നിങ്ങൾ അതൊക്കെ പിടിച്ചങ്ങ് വിഴുങ്ങുമല്ലോ. അതുകൊണ്ട് ജോത്സ്യന്റെ പ്രവചനമൊക്കെ അങ്ങ് തെറ്റിപ്പോകും. അച്ഛൻ എന്തിനും ഏതിനും മോനെ കൂട്ടുനിൽക്കുകയാണ്. എന്തായാലും ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ മതി ഈ കല്യാണം. രാഗിണിയുടെ കൈപിടിച്ച് അന്നേരം ജയലാൽ പറയുകയാണ്, അമ്മേ, എനിക്ക് ദീപയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടിത് വേണ്ടാന്ന് പറയരുത്. കൈവിട്ട ശേഷം രാഗിണി പറയുകയാണ്, നാൾപ്പൊരുത്തവും ജാതകപ്പൊരുത്തവും ഒക്കെയുണ്ട്. ഗംഗാധരൻ ചോദിക്കുകയാണ്, അപ്പോ ഇനി എന്തോന്ന് നോക്കാനാണ്? രാഗിണി പറയുകയാണ്, എന്നാലും പറഞ്ഞ വാക്കൊക്കെ പാലിക്കുമോന്ന് നോക്കട്ടെ. നിങ്ങളിവിടെ ഇരിക്കുമല്ലേ, എന്നാൽ പിന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. പോകാൻ നേരം രാഗിണി പറയുകയാണ്, ദേ അവള് വീണ്ടും വരും, കൂടുതൽ സംസാരമൊന്നും വേണ്ട. കൂട്ടിരിക്കാമെന്ന് പറഞ്ഞാലും കല്യാണം കഴിയാതെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കൂട്ടിരുത്തരുത്. ഇല്ലെന്ന് ജയലാൽ സമ്മതിക്കുമ്പോൾ ഗംഗാധരനോട് പറയുകയാണ്, നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത്. ഓ, അതൊക്കെ രാഗം പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞോളാം. എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോവുകയാണ് രാഗിണി. രാഗിണി പോയ ശേഷം ഒന്ന് നേരെ ശ്വാസം വിട്ടിട്ട് ഗംഗാധരൻ പറയുകയാണ്, ഹോ, ആശ്വാസമായി. അല്ല മോനെ, ആ ജോത്സ്യൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പേരുദോഷം കേൾപ്പിച്ച പെൺകുട്ടിയാണോ ദീപ? ജയലാൽ പറയുകയാണ്, ഏയ്, ഒരിക്കലും അല്ല. പിന്നീട് ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ. ജയലാൽ ചോദിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണോ? എന്നാൽ ഇത്തിരി കൂടി വിഷമിപ്പിക്കട്ടെ. എന്താ ലാലേട്ടാന്ന് ടെൻഷനോടുകൂടി ചോദിക്കുകയാണ് ദീപ. ജോത്സ്യന്മാരും പാരകളായിട്ട് വന്നിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ദീപ ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, ദീപ ജാതകദോഷമുള്ള പെൺകുട്ടിയാണോ എന്ന് ചോദിക്കാനാണ് അമ്മ ജോത്സ്യന്റെ അടുത്തേക്ക് പോയത്. എന്നാൽ അപ്പോൾ അയാൾ കബഡി നിരത്തി പ്രശ്നം വെച്ചിട്ട് ദീപ പേരുദോഷം കേൾപ്പിച്ചിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. ഈ ജോത്സ്യന്മാരുടെ കബഡിയിൽ ഇതൊക്കെ കൃത്യമായിട്ട് തെളിയുമോ? നീ ദീപയ്ക്കുണ്ടായ അപകടം മൊബൈലിലൂടെയോ മറ്റോ കണ്ടിട്ട് വെച്ച് കാച്ചിയതാണോ? ആകെ സങ്കടപ്പെട്ട് ദീപ ചോദിക്കുകയാണ്, എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അമ്മയെ ഞാൻ ഒരുമാതിരിയൊക്കെ സമാധാനിപ്പിച്ചു, എന്നാലും സംശയം ഉള്ളിൽ വെച്ചാണ് പോയിരിക്കുന്നത്. ദീപ ചോദിക്കുകയാണ്, ഇനി എന്നെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമോ? ഞാൻ തൻ്റെ വീടിൻ്റെ പരിസരം മൊത്തം അന്വേഷിച്ചെന്ന് അമ്മയെ ബോധിപ്പിച്ച് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു അന്വേഷണത്തിനൊന്നും നിൽക്കില്ല. ലാലേട്ടന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണോ അമ്മയ്ക്ക് സംശയം കൂടിയത്? അതിന് ദീപയുടെയോ ദീപയുടെ അമ്മയുടെയോ ശത്രുക്കളാണ് എന്നെ തല്ലിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാറ് കച്ചവടവുമായി ബന്ധപ്പെട്ട് 1-2 ആൾക്കാരുമായി കശവിശയുണ്ടായി അവരാണ് എന്നെ തല്ലിയതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിനി അമ്മയുടെ നോട്ടം ദീപയുടെ വീട്ടിലേക്ക് തിരിയില്ല. എനിക്കിത് ദോഷസമയമാണെന്ന് സംശയമുണ്ട് ലാലേട്ടാ. ഈ കെടി സംഭവിക്കുന്നതൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മോശ സമയവുമൊക്കെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതുമൊക്കെ നമ്മുടെ മനസ്സാണ് ദീപേ. ഞാൻ ഈ ജാതകത്തിലൊന്നും ഒരുപാട് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ടാണ് തന്റെ നാള് പോലും ഇതുവരെ ചോദിക്കാതിരുന്നത്. പിന്നെ നമ്മുടെ ജനന സമയം വെച്ച് ജോത്സ്യര് നോക്കിയായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ബന്ധമായിരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അത് ഭാഗ്യമായി, അല്ലെങ്കിൽ ഈ ബന്ധം വേണമോ വേണ്ടയോ എന്ന് അമ്മ രണ്ടാമൊന്ന് ചിന്തിച്ചേനെ. ഇനിയിപ്പോൾ അമ്മ സമ്മതിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, രഹസ്യമായിട്ടാണെങ്കിലും ഞാൻ തന്നെ കല്യാണം കഴിക്കും. അത് കേട്ട് സന്തോഷിക്കുകയാണ് ദീപ. ഞാൻ എനിക്കൊപ്പം നിൽക്കുമെങ്കിൽ നമ്മുടെ മനസ്സിന് പിടിച്ച പെൺകുട്ടിയുമായിട്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ? കണ്ണ് നിറഞ്ഞ് ദീപ ചോദിക്കുകയാണ്, അത്രയ്ക്കൊക്കെ ധൈര്യം ലാലേട്ടനുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങളാണല്ലോ നമുക്ക് ധൈര്യം തരുന്നത്. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വരില്ലടോ. അമ്മയെ മുൻനിർത്തി തന്നെ ഞാൻ തന്റെ കഴുത്തിൽ താലി കെട്ടും. അതിനു മുൻപേ കാർത്തി എന്ന് പറയുന്നവനും അവന്റെ ഗുണ്ടകളും ചേർന്ന് എന്നെ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി. നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണെങ്കിൽ അത്തരം ആപത്തൊന്നും നടക്കില്ല. മരണം അരികിലെത്തിയാലും അതങ്ങ് വഴിമാറിപ്പോകും. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.